നമസ്തേ. മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. സനാതന ധർമ്മ സംരക്ഷകരിൽ പ്രധാനിയും സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തിയാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. മറുപടിയിലേക്ക് സ്വാഗതം. നവവത്സരാശംസകൾ. അങ്ങേക്കും നവവത്സരാശംസകൾ. കാരണം 2024 ആദ്യത്തെ മറുപടിയാണ്. സന്തോഷം. അതിൽ ഇത്രയും വൈശിഷ്ട്യമുള്ള ഒരു വ്യക്തിയെ അതിഥിയായി കിട്ടിയതിൽ വലിയ സന്തോഷം. വൈശിഷ്ട്യത്തെക്കാൾ ഉപരി നമ്മുടെ സൗഹൃദത്തിന് കൂടെ ഒരു നാഴികക്കല്ലാണ്. അതെ, നവവത്സരത്തിൽ നല്ലൊരു ഇൻ്റർവ്യൂ വന്നത് എൻ്റെ ഭാഗ്യമാണ്. വിദ്യാസാഗർ ഗുരുമൂർത്തി ആരാണ്? എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്. കാരണം ജനം ഡിബേറ്റിലെ ഒരു സ്ഥിരം സാന്നിധ്യമാണ് താങ്കൾ. പക്ഷേ വിദ്യാസാഗർ ഗുരുമൂർത്തിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. താങ്കൾ തന്നെ ഒന്ന് താങ്കളെ പരിചയപ്പെടുത്താൻ നന്നായിരിക്കും എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. ഞാൻ കോഴിക്കോട് ചാലപ്പുറത്താണ് ജനിച്ച് വളർന്നത്. അതിനുശേഷം 7 വയസ്സായപ്പോൾ ഉപനയനം കഴിഞ്ഞപ്പോൾ കാഞ്ചി കാമകോടി പീഠം നടത്തുന്ന അവരുടെ ഫൈനാൻസിൽ നടക്കുന്ന പാഠശാലയിൽ വേദം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. എൻ്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ വിദ്യാഭ്യാസം സംഹിത പാഠമാണ്. വേദം പഠിക്കാനാണ് പോയത്. മറ്റു ഉണ്ണികളെപ്പോലെ ഉള്ള പാഠ്യപദ്ധതിയിലല്ല പോയത്. അതിനുശേഷമാണ് സാധാരണ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ വന്നത്. അപ്പോൾ 5 വർഷത്തോളം ആദ്യത്തെ 5 വർഷം ചിലവഴിച്ചത് 12 വയസ്സ് വരെ വൈദിക വിദ്യാഭ്യാസമാണ്. വൈദിക വിദ്യാഭ്യാസം അതുപോലെ തന്നെ വൈദിക താന്ത്രിക അപ്പോൾ ആ പാരമ്പര്യത്തെ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ സൊസൈറ്റിയെ പറ്റി സമൂഹത്തെ പറ്റിയുള്ള വളരെ എന്താ പറയുക ആഴത്തിലുള്ള അറിവ് ഉണ്ടായിരുന്നില്ല. അതായത് സാധാരണ കുട്ടികളെപ്പോലുള്ള മിംഗ്ലിംഗ് സ്വഭാവം. ഇപ്പോഴും ഞാൻ കുറച്ചൊരു ഇൻട്രോവേർട്ടാണ്. ഒരു പക്ഷേ അനിൽജിയെ പോലുള്ള ആളുകളാണ് എന്നെ പുറത്തെടുത്ത് ഇങ്ങനെ ജനൻ്റെവിൽ വിളിച്ച് വരുത്തി ഇങ്ങനെ പുറത്ത് പ്രസൻറ്റ് ചെയ്തത്. പക്ഷേ ഇത് ആ വൈദിക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ സംസ്കാരത്തെ ആഴത്തിൽ അടുത്തറിയാൻ പറ്റി എന്നുള്ളതാണ് ഭാഗ്യം. അതെൻ്റെ DNA കിടക്കുന്നൊരു സാധനമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിംഗ് ചെയ്തു. കോഴിക്കോട് ദേവരി കോളേജിൽ പഠിച്ചു, NSS കോളേജിൽ പഠിച്ചു. അതിനുശേഷം വിദേശത്ത് പോയി ലാംഗ്വേജ് ഒന്ന് ശരിയാക്കാൻ വേണ്ടി ലണ്ടനിൽ ഒരു കോഴ്സിന് പോയി. ഇംഗ്ലീഷ് ഫൊണറ്റിക്സ് ആൻഡ് അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സിന് പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. PhDക്ക് ജോയിൻ ചെയ്ത് PG കഴിഞ്ഞ് PhDക്ക് ജോയിൻ ചെയ്ത് PhD വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചു. ലിംഗ്വിസ്റ്റിക്സിലായിരുന്നു PhD ശ്രമം നടത്തിയത്. നമ്മുടെ സർവകലാശാലകളുടെ ചില പരിപാടികൾ കൊണ്ട് ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ട്. കാരണം പലരും PhD എടുക്കുന്നത് നേർവഴിക്കല്ല എന്ന യാഥാർത്ഥ്യം തിക്താനുഭവം ഉണ്ടായതുകൊണ്ട് പഠിച്ച് റിസർച്ച്, അതായത് ഗവേഷണം ചെയ്തിട്ടല്ല ആരും ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ ചങ്ങമ്പുഴയ്ക്ക് പിന്നെ വാഴക്കുല കിട്ടുന്നതും അതൊക്കെ ഒരു കണക്കിന് നന്നായി. അതെ, ഒരു കണക്കിന് നന്നായി. അപ്പോൾ ഈ ഇത്രയും ഡോക്ടർമാരിടയിൽ ഡോക്ടർ ആവാത്തൊരു സാധാരണക്കാരനാണ് ഞാൻ. പിന്നെ ഞങ്ങളൊരു വൈദിക കുടുംബമാണ്. എന്ന് വെച്ചാൽ യജുർവേദ പാരമ്പര്യമുള്ളൊരു കുടുംബമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ വളരെ മൂരാച്ചിയായിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഭൂസ്വത്തോ അല്ലെങ്കിൽ കോടിക്കണക്കിന് സ്വത്തൊന്നും ഉണ്ടായിട്ടില്ല. ഉള്ളത് ജ്ഞാനസമ്പത്താണ്. അത് തത്തുല്യമായിട്ട്, അതെ, അത് തത്തുല്യമായിട്ട് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും സൗജന്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ്. ഒരു 40 വയസ്സായി കാണും അല്ലേ? ഇല്ല, 40ലേക്ക് കടക്കുന്നില്ല. 40 ഇനി രണ്ട് ചാട്ടോട് ചാടണം ഞാൻ 40 എത്തണമെങ്കിൽ. അതെ അതെ, 2 സംവത്സരങ്ങളോട്. ടു യങ് എന്ന് പറഞ്ഞാൽ പറ്റുമോ എനിക്കറിയില്ല. ഞാനിപ്പോൾ തന്നെ ഈ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ, അതായത് ഞങ്ങൾ പാഠശാലയിൽ രാവിലെ 4 മണിയാകുമ്പോൾ മണിയടിക്കും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ മുങ്ങിക്കുളി, സഹസ്രാവർത്തി ജപം, സന്ധ്യാവന്ദനാദികൾ കഴിഞ്ഞ് പാഠം തുടങ്ങിക്കഴിഞ്ഞാൽ 11 മണിക്കാണ് ഒരു ആഹാരം കിട്ടുന്നത്. The only full meal of a day, and I have to wait up to the next day morning. See, പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും പാലോ ചായയോ കാലുവെള്ളമോ ഒക്കെ കിട്ടിയാൽ. അപ്പോൾ പാഠശാലകൾ ആ കാലത്ത്, എൻ്റെ കുട്ടിക്കാലത്ത് ഇത്ര സമ്പന്നമായൊരു സാഹചര്യത്തിലായിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങൾ എനിക്കറിയാം. ലൈഫ് ഇസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. ഇതൊരു പുഷ്പശയ്യയല്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പോൾ എവിടെ പോകുമ്പോഴും ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു വിമർശനം വരുമ്പോൾ കൃത്യമായിട്ട് എനിക്കറിയാം ഇതൊക്കെ ലോക സ്വഭാവമാണ്. അതെ അതെ, അതിലൊന്നും പ്രത്യേകിച്ച് വിഷമിക്കേണ്ടതില്ല. ഇതാണ് ശരിയായ ലേണിംഗ് ചെറുപ്പത്തിലേക്ക് കിട്ടിയത്. അതായത് മറ്റു കുട്ടികളൊക്കെ കളിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ല ഫുട്ബോൾ കളിക്കുമ്പോൾ, ഞങ്ങളൊക്കെ ഈ പാഠശാലയ്ക്കകത്ത് നിന്നിട്ടുള്ള ചെറിയ ഫുട്ബോൾ കളി, ചെറിയ ക്രിക്കറ്റ് കളി, സമൂഹവുമായിട്ട് വലിയൊരു ബന്ധം ചെറുപ്പത്തിലുണ്ടായിരുന്നില്ല. താങ്കളുടെ അധ്വാനത്തിന് ഫലമുണ്ട്. കാരണം താങ്കളെ കേൾക്കാൻ ഒരുപാട് പ്രേക്ഷകരുണ്ട് കേട്ടോ. ഈശ്വരാധീനം അത്രേ പറയുള്ളൂ. പക്ഷെ എങ്കിലും ഈ നോക്കൂ, പൗരോഹിത്യത്തിനെതിരെ നിർത്തുന്ന ഒരു മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കുന്നതിൽ കമ്മ്യൂണിസം വഹിച്ച പങ്കിൻ്റെ തിരിച്ചടി എനിക്കും കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ക്രിസ്തീയ സമൂഹത്തിലൊരു പുരോഹിതന് ആ സമൂഹം കൊടുക്കുന്ന മര്യാദ, സ്നേഹം, അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിലെ ഒരു ക്ലെറിക്കിനും ഒരു മതപണ്ഡിതന് അവർ കൊടുക്കുന്ന ബഹുമാനം ഒരിക്കലും ഭാരതത്തിൽ, വിശേഷിച്ച് കേരളത്തിലെ വേദം പഠിച്ചവർക്കോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് കിട്ടരുത് എന്ന നിർബന്ധമുണ്ട് ഇവിടെ.
അത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പോൾ പൗരോഹിത്യത്തിനെതിരെ എപ്പോഴും ജനങ്ങളെ തിരിച്ചു നിർത്തുന്ന ഒരു സിദ്ധാന്തവൽക്കരണം ഇവിടെ ഉണ്ട്. ബ്രാഹ്മണിക്കൽ ഹെജിമണി അങ്ങനെ ഞാൻ പറഞ്ഞത് കേവലം ജാതി എന്നുള്ളതല്ല. ഏത് വിഭാഗത്തിൽ നിന്നും ഇപ്പോൾ ഉദാഹരണത്തിന് സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി ബ്രാഹ്മണ സ്ത്രീയല്ല. അവരെ എന്തിനാണ് അവർ എതിർക്കുന്നത്? അതായത് ആരാണോ ഹിന്ദുധർമ്മത്തെ അടിസ്ഥാനപരമായ വേരുകളിൽ നിന്ന് ബലപ്പെടുത്തുന്നത് അവർക്കെതിരെ എല്ലാവരും തിരിച്ചു നിർത്തുക എന്നുള്ളതാണ്. ഇത് കേവലം ബ്രാഹ്മണ വിരോധമല്ല. ഇതൊരു വലിയ, ഞാൻ പറയില്ലേ, ബോർഡൻ ചെയർ എന്ന് പറയുന്നൊരു ചെയർ ലണ്ടനിൽ, ബോർഡൻ സാഹിബ് ജോസഫ് ബോർഡൻ ബ്രിട്ടീഷ് ആർമിയിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നൊരു പേഴ്സണലാണ്. അയാൾ മരിക്കാൻ നേരത്തെ ഓത്ത് എഴുതി വെച്ചു, വില്ല് എഴുതി വെച്ചു. ആ വില്ലിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ മുഴുവൻ സ്വത്തും ഹിന്ദുധർമ്മത്തെ എതിർക്കാൻ വേണ്ടിയിട്ട്, ബൈബിളിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒരു ചെയർ ഉണ്ടാക്കണം. ഇപ്പോഴും ഓക്സ്ഫോർഡിൽ ബോർഡൻ ചെയറുണ്ട്. അവിടെ ഇന്ത്യക്കാരായ ഹിന്ദുക്കളായ ആൾക്കാർക്ക് സ്കോളർഷിപ്പ് കൊടുത്തിട്ട് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് നമ്മുടെ ജനതയ്ക്ക് അവജ്ഞ ഉണ്ടാക്കാനുള്ള സിദ്ധാന്തങ്ങൾ എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ ഗ്ലോബൽ അജണ്ട. കേരളത്തിൽ മാത്രമല്ല. അതെ അതെ. ഇപ്പോൾ ആരെങ്കിലും രാമായണം എന്ന് പറഞ്ഞ ഉടനെ വർഗീയവാദിയായി, രാമക്ഷേത്രം എന്ന് പറഞ്ഞാൽ വർഗീയവാദിയായി. അതെ. അപ്പോൾ അത്തരത്തിൽ ഈ ജനങ്ങളെ തിരിച്ച്, അപ്പോൾ ബ്രാഹ്മണർക്കാണ് കൂടുതൽ ഏറുകൊള്ളുന്നെങ്കിലും ബ്രാഹ്മണർ മിണ്ടാതെ കരഞ്ഞുകൊണ്ട് തലോടി തീർക്കും. അതെ. മറ്റ് സമുദായങ്ങൾ അങ്ങനെയല്ല. അല്ല. അതാണ് സത്യം. രാമക്ഷേത്രത്തിലേക്ക് വരാം. ശരി. പ്രാണപ്രതിഷ്ഠയാണ് 22-ാം തീയതി. ഈ അയോധ്യയിലെ രാമക്ഷേത്രം അത് നൽകുന്ന മെസ്സേജ് എന്താണ്? കോടതി വരാന്തയിൽ നിന്ന് നൂറ്റാണ്ടുകളോളം ദാഹിച്ചും ദുഃഖിച്ചും ഇരുന്ന ശ്രീരാമചന്ദ്രൻ, സീതാദേവി, ലക്ഷ്മണസ്വാമി, ശത്രുഘ്നൻ, ഭരതൻ, ഹനുമാൻ, ഈ 6 പേരെയും തിരിച്ച് വീട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുവരികയാണ്. സിംപ്ലി പറഞ്ഞാൽ, അതായത് കോടതി വ്യവഹാരത്തിൽ കുടുങ്ങി കോടതി വരാന്തയിൽ അന്തി ഉറങ്ങിയിരുന്ന രാമനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ. നമുക്ക് ചരിത്ര നിയോഗമാണിത്. ഇത് മോദി ചെയ്യുന്നു എന്നതാണ് ഇവിടെ പ്രശ്നം. മോദിയുടെ കാലത്ത് നടക്കുന്നു. അത് മോദിയുടെ ഭാഗ്യമല്ലേ? തീർച്ചയായും. വെൻ യു ഗെറ്റ് ദ ബെസ്റ്റ് പീസ് ഓഫ് കേക്ക്, ഇറ്റ് ഈസ് യുവർ ലക്ക്. പിന്നല്ലാതെ അത് മോദിക്ക് കിട്ടി എന്നതുകൊണ്ടാണ് ഇവർ പറയുന്നത്. മോദിയുടെ ജന്മനക്ഷത്രത്തിൻ്റെയും ജന്മരാശിയുടെയും ഫലം കൊണ്ട് അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ദശരഥനെ പോലെ മകനെ ആ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കൈ പിടിച്ചു കൊണ്ടുവരാനുള്ള നിയോഗം അദ്ദേഹത്തിന് വന്നു. അത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യമാണ്. അസൂയപ്പെട്ടിരുന്ന കാര്യം. ഇപ്പോൾ രാമക്ഷേത്രം നമുക്കറിയാം, ഹിന്ദു ധർമ്മത്തിൻ്റെ തന്ത്രവിധാനത്തിൻ്റെ പ്രകാരം എല്ലാ ക്ഷേത്രങ്ങളും ഈ ക്രിസ്ത്യാനികളുടെ പള്ളി പോലെയോ മുസ്ലിങ്ങളുടെ പള്ളി പോലെയോ അല്ല. ദർ ഇസ് എ ഫണ്ടമെൻ്റൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ്. അത് എല്ലാവരും മനസ്സിലാക്കണം. ദാറ്റ് ഡിഫറൻസ് ഈസ്, ഹിന്ദു ധർമ്മത്തിൻ്റെ ക്ഷേത്രങ്ങൾ ദേവതകളുടെ വീടാണ്, ഹൗസ് ഓഫ് ഡിയറ്റീസ്. യേശുവിൻ്റെ വീടല്ല പള്ളി, അള്ളാഹുവിൻ്റെ വീടല്ല മുസ്ലിം പള്ളി. അത് അവരുടെ കോൺഗ്രഗേഷന് വേണ്ടി കൂടി ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനാലയം മാത്രമാണ്. പക്ഷേ ഹിന്ദു ധർമ്മത്തിലെ ശബരിമല അയ്യപ്പൻ്റെ വീടാണ്, ഗുരുവായൂരപ്പൻ്റെ വീടാണ്. അതേപോലെ രാമന് മാത്രം വീടില്ലായിരുന്നു. രാമന് മാത്രമല്ല, സീതാറാം ഗോയൽ എന്ന് പറയുന്ന ഉന്നതനായ പണ്ഡിതൻ്റെ ഹിന്ദു ടെമ്പിൾസ് വാട്ട് ഹാപ്പൻ ടു ദെം എന്ന പുസ്തകം 2 വോള്യൂമുണ്ട്, എല്ലാവരും വായിക്കേണ്ടതാണ്. 48,000 ക്ഷേത്രങ്ങളാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ തകർക്കപ്പെട്ടതും വിഗ്രഹങ്ങൾ ഭഞ്ജിക്കപ്പെട്ടതും. സോ ഐക്കണോക്ലാസം ഈസ് എ റിലീജിയസ് പ്രാക്ടീസ് ഇൻ സം റിലിജൻസ്. അൺഫോർച്ചുനേറ്റ്ലി ചില മതങ്ങളിലെ മതപ്രവർത്തനമാണ് വിഗ്രഹഭഞ്ജനം എന്നുള്ളത്. ദേ തിങ്ക് ദേ വിൽ ബി റിവാർഡഡ് ഇൻ ദ ഹെവൻ ഫോർ ഡൂയിങ് ദിസ്. അത് എത്രത്തോളം എന്താ പറയുക, തിര്യക് ബുദ്ധിയാണ്. അതായത് എത്രത്തോളം മനുഷ്യവിരുദ്ധമാണത്. അങ്ങയുടെ ആരാധന എനിക്കിഷ്ടമല്ല. അങ്ങൊരു ഗ്ലാസ് വെച്ചിട്ട് അതിനെ ഞാൻ പ്രാർത്ഥിക്കുന്നത്, എനിക്കത് ഇഷ്ടമല്ല, ഞാൻ ആ ഗ്ലാസ് പൊട്ടിക്കുകയാണ്. ഇത് മനുഷ്യാവകാശ ലംഘനമാണ്, വെറുപ്പിൻ്റെ സിദ്ധാന്തങ്ങളാണ്. അതെ. നമ്മുടേത് അങ്ങനെയല്ല. എൻ്റെ വീട്ടിലേക്ക് അല്ലെ എൻ്റെ ഇല്ലത്തേക്ക് അല്ലെ എൻ്റെ മഠത്തിലേക്ക് ഒരു മുസ്ലിം വരികയും അവൻ നിസ്കാരത്തിന് സമയമാവുകയും ചെയ്താൽ ഞാൻ നല്ല വൃത്തിയുള്ളൊരു പായ അവന് വിരിച്ചു കൊടുക്കും. അതെൻ്റെ ധർമ്മത്തിൻ്റെ മഹത്വമാണ്. അനിൽജി ചെയ്യില്ലേ? 100% ചെയ്യും. 100%. പക്ഷെ ഇതേ ഞാൻ എൻ്റെ വീട്ടിൽ ഒരു നിസ്കാരപ്പായി ഉണ്ട് എന്ന് പരസ്യമായിട്ട് പറഞ്ഞതാണ്. അതെ, ഞാൻ വലിയ കോലാഹലം കേട്ടിരുന്നു, ഞാനത് വായിച്ചു. ഉള്ളതാണ്. നമുക്കിത് ഹിന്ദുക്കൾക്കിതൊരു പുത്തരിയൊന്നുമല്ല. ഏത് ഇല്ലത്ത് പോയാലും, ഏത് മഠത്തിൽ പോയാലും, ഏത് വീട്ടിൽ വന്നാലും ഒരു മുസ്ലിം വന്ന് അവനൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന എന്താണോ അത് ചെയ്യാൻ അവസരം ഒരുക്കി കൊടുക്കുന്നതാണ് ഹിന്ദു. ഇതേ ഔദാര്യം നമുക്ക് കിട്ടുന്നുണ്ടോ? നമ്മുടെ ഒരു ക്ഷേത്രത്തിനകത്തൊരു മൂർത്തിക്ക് ഇരിക്കാൻ പറ്റില്ല. 48,000 ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുകയും വിഗ്രഹങ്ങൾ ഭഞ്ജിക്കപ്പെടുകയും ചെയ്യുകയാണ്. ഇപ്പോൾ മിക്ക ക്ഷേത്രങ്ങൾ, ഇപ്പോൾ നോക്കുക, ഹംപി മാത്രം എടുത്താൽ മതി, എത്ര മെത്തോഡിക്കലിയാണ്. ലോകത്തിലേക്കും വെച്ച് ഏറ്റവും താന്ത്രികമായ പ്രാധാന്യമുള്ള ഏറ്റവും മനോഹരങ്ങളായ വിഗ്രഹങ്ങളുള്ള ശില്പകലയുടെ രാജധാനിയാണ്. അവിടെയുള്ള ശില്പങ്ങൾ വികൃതമാക്കുന്ന മനസ്സെന്താണ്?
അപ്പോൾ ടോട്ടലി ഈസ്തറ്റിക് സെൻസിന് നേർ വിപരീതമായ മതസിദ്ധാന്തങ്ങളാണ് ലോകത്തിന് ഭീഷണി. ഇത് തുറന്നു പറയാത്ത ഇടതുപക്ഷക്കാരൻ ഇടത് കൈയുടെ ജോലിയാണ് ചെയ്യുന്നത്, ഇടതുപക്ഷത്തിൻ്റെ ജോലിയല്ല. ജിഹാദികൾക്ക് ഇടത് കൈ കൊണ്ട് എന്താണോ ജോലി ചെയ്യുന്നത് അതാണ് ചെയ്തു കൊടുക്കുന്നത്. ഇടതുപക്ഷം എന്ന് പറയുന്നതല്ല. ഇടതുപക്ഷം എന്ന് പറയുന്നത് എന്താണ്? ഒരു തെറ്റായ സാമൂഹിക നീതി നടക്കുമ്പോൾ അതിനെ തിരിച്ച് സാമൂഹിക നീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വിപ്ലവ പ്രവർത്തനത്തെയാണ് ഇടതുപക്ഷം എന്ന് പൊതുവെ വിളിക്കുന്നത്. ഇവിടെ അതല്ല നടക്കുന്നത്. പാർട്ടിസാനായിട്ട് ഇന്ന മതങ്ങൾക്കെതിരെ മാത്രമേ ഞങ്ങൾ പറയൂ. മറ്റുള്ളവരൊക്കെ മനുഷ്യാവകാശ പ്രവർത്തനം, ബോംബ് പൊട്ടിച്ച് അഫ്സൽ ഗുരുവിനെ പറ്റി ഇവർ എഴുതിയിരുന്ന എന്താണ്? മനുഷ്യാവകാശ പ്രവർത്തനം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. രാമക്ഷേത്രത്തിൽ ബേസിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ രാമനെ മാത്രം തിരിച്ചു കൊണ്ടുവന്നില്ല. കാരണം ദാക്ഷിണാത്യന്മാർ, അതായത് സൗത്ത് ഇന്ത്യൻസിനും നോർത്ത് ഇന്ത്യൻസിനും പടിഞ്ഞാറും കിഴക്കും എല്ലാം ഒരു പേര് പറഞ്ഞാൽ അത് സ്വന്തം പേരായിട്ട് തോന്നുന്ന ഒരേ ഒരു പേര് രാം എന്നുള്ളതാണ്. രാമൻ. രാമൻ എൻ്റെ വീട്. നമ്മൾ പറയും സന്ധ്യയ്ക്ക് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സന്ധ്യയ്ക്ക് എന്താ പ്രാർത്ഥിക്കുക? രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദരാമ പാഹിമാം. അതായത് നമ്മുടെ വീട്ടിലെ ഒരു അംഗമാണ് ഈ രാമനും അയ്യപ്പനും ഒക്കെ. ഈ വിവിധങ്ങളായ ദേവതാ സമ്പ്രദായങ്ങളെല്ലാം ഒരു പൂന്തോട്ടത്തിലെന്നതുപോലെ മനോഹരമായിട്ട് അതായത് ഒന്നിച്ചു നിൽക്കുന്ന ഒരു മലർവാടിയാണ് ഓരോ ഹിന്ദു ഭവനവും. അവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഉണ്ടാവും, ഇതിലൊന്നും വിശ്വാസം, അതൊന്നും പ്രശ്നമില്ല. അവിടെ ഒരു കോൺഗ്രസ്സുകാരനുണ്ടാവും, അതും പ്രശ്നമില്ല. ഇത് ഈ ഒരു മനോഹാരിതയെ തകർത്തുകൊണ്ട് ഹിന്ദുമതം ഒരു വർഗീയ മതം മാത്രമാണ്. രാമൻ എന്ന് പറഞ്ഞാൽ ശംഭൂകനെ വധിച്ച, എനിക്കറിയാം കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെ NVP ഉണിത്തിരി എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സൈദ്ധാന്തികനുണ്ടായിരുന്നു, സംസ്കൃത അധ്യാപകനാണ്. അദ്ദേഹം രാമായണ പഠനവും മറ്റൊന്നൊരു പുസ്തകം എഴുതി. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ രാമനേക്കാൾ മോശപ്പെട്ട ഒരാൾ ഭൂമിയിൽ ഉണ്ടായിട്ടില്ലെന്ന് തോന്നിപ്പോകും. അതായത് ഇതിനെയാണ് ഡീമണൈസിങ് എന്ന് പറയുക. അനിൽ നമ്പ്യാർ, ശരി, അനിൽ നമ്പ്യാർ ഇപ്പോൾ ജനം TV-യിലെ ഒരു സീനിയർ ജേർണലിസ്റ്റാണ്. അനിൽ നമ്പ്യാരെ തകർക്കണം. അപ്പോൾ അനിൽ നമ്പ്യാർ നിസ്കാരപ്പായ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ അതിന് വിരുദ്ധമായിട്ട് എന്തൊക്കെ, അതായത് ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക, ഡീമണൈസിങ്. ഇയാളിൽ എല്ലാ തിന്മകളുടെയും മൂർത്തിമത് ഭാവമാണെന്ന് പറയും. രാമായണം പറയുന്നത് എന്താണ്? ആരണ്യകാണ്ഡത്തിൽ മാരീചൻ രാവണനെ ഉപദേശിക്കുന്നുണ്ട്. അത്ര എളുപ്പമൊന്നുമല്ല. രാമൻ ശുദ്ധനാണ്. ധർമ്മോ വിഗ്രഹവാൻ രാമ എന്നാണ് രാമായണത്തിലുള്ളത്. ധർമ്മം തന്നെ ആൾരൂപം പോകേണ്ടതാണ് ഈ രാമൻ. സാധു സത്യപരാക്രമം. സാധു പരിശുദ്ധമൂർത്തിയാണ്. സത്യപരാക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? പരാക്രമമൊന്നും പാഴായി പോവില്ല. ദേഷ്യം പിടിപ്പിച്ചാൽ കൊന്നിട്ടേ വരൂ. സത്യപരാക്രമം. പിന്നെ അടുത്ത വാക്കെന്താണ്? രാജാ സർവസ്യ ലോകസ്യ. എല്ലാ ജീവജാലങ്ങളുടെയും മനുഷ്യരുടെയും മൃഗാദികളുടെയും ലോകത്തിലെ എല്ലാറ്റിൻ്റെയും രാജാവാണ് രാമൻ. ഏതുപോലെ ദാനവാനാം മഖവാനിവ, അതായത് ഇന്ദ്രനെ പോലെ. ദേവന്മാർക്ക് എപ്രകാരമാണോ ഇന്ദ്രൻ, അതുപോലെ മനുഷ്യവംശത്തിന് മുഴുവൻ രാമനാണ് രാജാവ് എന്നാണ്. സോ ദെയർ ഇസ് എ പൊളിറ്റിക്സ് ഇൻവോൾവ്. എന്തുകൊണ്ട് രാമനെ ഭയക്കുന്നു? കൃഷ്ണനോട് ആ ഭയമില്ല, ശിവനോട് ആ ഭയമില്ല. എന്താ രാമൻ വന്നാൽ എന്താ അത് വർഗീയതയാവുന്നത്? കാരണം രാമൻ പൊളിറ്റിക്കൽ ഹിന്ദുവിൻ്റെ പ്രതീകം കൂടിയാണ്. രാജ്യഭരണം. ആ രാജ്യഭരണത്തിൻ്റെ ചിരാകേന്ദ്രം മെല്ലെ 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 ഡൽഹിയിൽ നിന്ന് നീങ്ങി ഭാരതത്തിൻ്റെ ഹൃദയഭൂമിയായിട്ട് അയോധ്യ മാറുന്നു എന്ന ശക്തമായ സന്ദേശം ഇതിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ബേഡ സമുദായം, കർണാടകത്തിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ബേഡ സമുദായത്തിലെ അംഗമാണ് വാൽമീകി മഹർഷി. ആദിവാസിയാണ്. വാൽമീകി മഹർഷിയാണ് പറഞ്ഞിരിക്കുന്നത് ധർമ്മോ വിഗ്രഹവാൻ രാമ എന്ന്. അതാണ് ഇവർക്ക് സമ്മതിക്കാൻ പറ്റാത്തത്. ഒരു വേടൻ അല്ലെങ്കിൽ ഒരു ആദിവാസി പറയാണ് ഈ രാമൻ ക്ഷത്രിയനല്ല, ബ്രാഹ്മണനല്ല, വൈശ്യനോ ശൂദ്രനോ അല്ല, ഇവൻ ധർമ്മം തന്നെയാണ്. അത് സമ്മതിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷ പണ്ഡിതന്മാർക്ക് പറ്റുന്നില്ല. കാരണം അതൊരു പരാജയമാണ്. ഒരു വേടൻ ഒരു ക്ഷത്രിയന് സ്തുതി, അവരങ്ങനെയെല്ലാം കാണുന്നത്. അവരെല്ലാറ്റിനെയും കാണുന്ന ജാതിയുടെ കോളമിലോ ജാതിയുടെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സിലാണ് എല്ലാം കാണുന്നത്. ഇവിടെ വേട സമുദായക്കാരനായ ഒരു വാൽമീകി ക്ഷത്രിയ ദശരഥ മഹാരാജൻ്റെ പുത്രനെ സ്തുതിക്കുന്നതാണ് ബേസിക്കലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രശ്നം. അല്ല, ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണം നിരസിച്ചത് പ്രധാനമായും അല്ല മറ്റൊരു വിഭാഗത്തെ നിരസിച്ചാളുടെ പേരെന്താണ്? പ്രീണിപ്പിക്കാനല്ലേ? സീതാറാം യെച്ചൂരി. നോക്കണം, വൈരുദ്ധ്യാത്മക സീതയുണ്ട്, രാമമുണ്ട്. സീതാരാമനാണ് നിരസിക്കുന്നത്. സീതാരാമൻ, അതായത് ഇവരെല്ലാം ജസ്റ്റ് നെയിം സേക്ക് ഹിന്ദുസാണ്. ഇവരുടെ പേരുകൾ അച്യുതാനന്ദനെന്നോ വിജയനെന്നോ രാമനെന്നോ ബാലകൃഷ്ണനെന്നോ എന്തുമായിരിക്കാം. പക്ഷെ അവർ ബേസിക്കലി ആൻറ്റി ഹിന്ദു അജണ്ടയെ ഹിന്ദു നാമത്തിലൂടെ ഒളിച്ചു കടത്തുന്നവരാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, എന്നോട് ചില സുഹൃത്തുക്കൾ പറയാറുണ്ട്, നമ്പൂതിരിപ്പാട് പേര് വാല് മുറിച്ചില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞത് അയാൾ അതിബുദ്ധിയാണത്. ഇതര സമുദായങ്ങൾക്ക് തോന്നണം ഞാൻ നമ്പൂതിരിയാണ് എന്നിട്ടും ഞാൻ ഈ ഹിന്ദു മതത്തെ വെറുക്കുന്നു.
വേദങ്ങളുടെ നാട് എന്നൊരു പുസ്തകം എഴുതി EMS. അതെ. അത് വായിച്ചു കഴിഞ്ഞാൽ തോന്നുക വേദങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പൊട്ടപ്പാട്ടുകളാണെന്നാണ് തോന്നുന്നത്. എന്നാൽ ലോകത്തെമ്പാടും അനേകം മഹാമനീഷികൾ ഇതിനെക്കുറിച്ച് പഠിച്ചും സിദ്ധാന്തങ്ങൾ ചമച്ചും വേദത്തെ ഇന്നും സ്തുതിക്കുന്നു. അപ്പോൾ ഇവിടെ ബേസിക്കലി എന്താണ്, ഹിന്ദു നാമം ഉപയോഗിക്കുക, നമ്പൂതിരി പാടുന്ന പദം ഉപയോഗിക്കുക, ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്നിട്ടും ഇത് നികൃഷ്ടമായൊരു മതമാണെന്ന് ഹിന്ദുക്കൾ പറയുന്നു തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. ദേ ആർ നോൺ പ്രാക്ടിസിങ് ആൻറ്റി ഹിന്ദുസ്. ഈ സത്യം മനസ്സിലാക്കണം. അതാണ് സീതാറാം യെച്ചൂരി കാണിക്കുന്ന ആ പേര്. അത് ജാതി സീതാറാം യെച്ചൂരി. പണ്ടൊരു സീതാറാം കേസരി കോൺഗ്രസിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഓടിച്ചു വിട്ടു. അദ്ദേഹം പോയതിന് ശേഷം വന്ന വല്യമ്മ പൂർണ്ണമായും ഹിന്ദു വിരുദ്ധമായ നിലപാടെടുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഒരു അമേരിക്കയിൽ ഒരു വലിയ പള്ളി അവർ ക്രിസ്ത്യൻ പള്ളി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഓപ്പോസിഷൻ പാർട്ടീസും പോവും, ഭരണപക്ഷവും പോവും. കാരണം അത് കോമൺ ആയ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ചിന്തിക്കാൻ രാമനെ പറ്റി പറ്റുന്നില്ല. കാരണം ഇവിടെ പ്രശ്നം, രാമചന്ദ്രൻ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അത് വലിയ ദുസ്സൂചനയാണ്. രാവണന് കൊടുത്തതുപോലെ ദുസ്സൂചനയാണ്. മാരീചൻ്റെ വാക്യം കേൾക്കാതെ രാവണൻ യുദ്ധം പ്രഖ്യാപിച്ച് പോയതുകൊണ്ടാണ് രാവണന് തല പോകേണ്ടി വന്നത്. കാരണം ഇവിടെ നരേന്ദ്രമോദി എന്നതോ അല്ലെങ്കിൽ അമിത്ഷാ എന്നൊന്നും അല്ല പ്രശ്നം. ഇവിടെ പുനഃസ്ഥാപിക്കപ്പെടുന്നത് ഒരു ഹിന്ദു രാഷ്ട്ര സങ്കല്പമാണ്. അതെ, അത് മുളയിലെ നുള്ളിയില്ലെങ്കിൽ അപകടമാണെന്ന് അന്നേ ധരിച്ചു വെച്ചിട്ടുള്ളവരാണ്. നമുക്കറിയാം ഇടതുപക്ഷത്തിൽ എത്ര പുസ്തകം KK മുഹമ്മദ് പറഞ്ഞല്ലോ, ഇവിടെ മുസ്ലിമിനും പ്രശ്നമില്ല, ഹിന്ദുവിനും പ്രശ്നമില്ല, ക്രിസ്ത്യാനിക്കും പ്രശ്നമില്ല. പ്രശ്നമുള്ളതാർക്കാ? ഈ നടുവിൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തികന്മാർക്കാണ്. ഇവരെന്താ സിദ്ധാന്തം ചമയ്ക്കുന്നത്? ഇതൊരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ പോവുകയാണ്, നിങ്ങളെയൊക്കെ അടിച്ചോടിക്കാൻ പോവുകയാണ്. ഈ രീതിയിലുള്ളൊരു നാരറ്റീവ് സൃഷ്ടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. രാമൻ ഹിന്ദുക്കളുടെ മാത്രം ദൈവമല്ല, ഞങ്ങളുടെ എല്ലാവരുടെയുമാണ് എന്ന് പറയുന്നവരുണ്ട്. അത് ഇയാൾ പറയേണ്ട അല്ല, അത് വലിയൊരു മാറ്റമാണ്. അല്ല, ഇവരാരും പറയണ്ട. ഞാൻ പറഞ്ഞല്ലോ, രാജാ സർവസ്യ ലോകസ്യ. അതെ, രാമായണം പറയുന്നതാണ്. ആരണ്യകാണ്ഡത്തിലെ 37-ാം സർഗത്തിലെ 13-ാമത്തെ ശ്ലോകമാണിത്. ധർമ്മോ വിഗ്രഹവാൻ രാമ. അത് വൈകിയാണെങ്കിൽ ഇവർ തിരിച്ചറിയുന്നു. അതെ, ആ തിരിച്ചറിയല്ല. നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ ലോകം മുഴുവൻ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എനിക്ക് തോന്നുന്നു വളരെ പ്രശസ്തരായ വൈദേശിക ചിന്തകന്മാർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ക്രൗര്യം മനുഷ്യ മനസ്സിൽ കുറഞ്ഞു വരികയാണ്. കാരണം ആയുസ് അല്പമാണെന്നും ജീവിക്കാൻ സന്തോഷമാണ് ജീവിതത്തിൻ്റെ ആകെ മൂലധനമെന്നും ലോകം മനസ്സിലാക്കി വരികയാണ്. അപ്പോൾ യുദ്ധങ്ങളെ എതിർക്കുന്ന ഒരു മനസ്സ് എല്ലാവർക്കും വന്നു. കാരണം നഷ്ടം എല്ലാവരുടേതാണ്. ഇപ്പോൾ പണ്ട് നഷ്ടം രാജാക്കന്മാരുടേതായിരുന്നു, സാധാരണക്കാരതല്ല. ഇപ്പോൾ എല്ലാവർക്കും ചെറിയ കച്ചവടമോ ചെറിയ വരുമാനമോ ഇതൊന്നും മുടങ്ങിപ്പോയി. കൊറോണ പഠിപ്പിച്ചൊരു പാഠം കൂടിയാണത്. അതായത് നമുക്ക് സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. യുദ്ധമൊക്കെ അനാവശ്യമാണ്. നമ്മുടെ ഒരു തിലകനൊരു പടത്തിൽ പറയുന്നില്ലേ, ചായ ഒരു അഹങ്കാരമാണ്. അതുപോലെ സർവൈവ് ചെയ്യുക, യുദ്ധം ചെയ്യുക, മറ്റേ അതൊന്നും വേണ്ട. ഇപ്പം ലോകക്രമം, ഈ ലോകം മുഴുവനുള്ള ഹ്യൂമാനിറ്റേറിയൻ സ്റ്റഡീസ് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിലെ ക്രൗര്യം കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പല ചെറിയ സ്പൊറാഡിക് ഇൻസിഡൻസ് കാണുമ്പോൾ നമ്മൾ പറയും അയ്യോ ക്രൂരമാണെന്ന് പറയും. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ മാറി വരികയാണ്. ഇപ്പോൾ വലിയ യുദ്ധം വേണ്ട, കാരണം ജീവിച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിലും ലോകം മുഴുവൻ ഭാരതം ശ്രദ്ധിക്കപ്പെടുന്നു. നമ്മുടെ രാജ്യമല്ലേ എന്നൊരു തോന്നൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ രാജ്യം ഉള്ളിനുള്ളിൽ. കാരണം ഞാൻ ചോദിക്കട്ടെ, ഈ അധസ്ഥിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചിന്തിക്കാൻ പറ്റുമോ ബേഡ സമുദായക്കാരനായ വാൽമീകിയുടെ പേരിൽ ഒരു എയർപോർട്ട് വരണം, ഇൻ്റർനാഷണൽ എയർപോർട്ട്, മഹർഷി വാൽമീകി എയർപോർട്ട്. തിങ്ക് അബൌട്ട് ഇറ്റ്. അത് വലിയൊരു ചേഞ്ച് അല്ലേ. ആദിശങ്കരൻ്റെ ജന്മനാട്ടിൽ ഇന്നും എയർപോർട്ടിന് പേരില്ല. മതതർക്കമാണത്. ആദിശങ്കരൻ എന്ന ലോകത്തിന് അദ്വൈത വേദാന്തം എന്ന മഹാദീപം കൊളുത്തിവെച്ച ജഗദ്ഗുരുവിന് സ്വന്തം നാട്ടിൽ ഒരു എയർപോർട്ട് വന്നിട്ടും നെടുമ്പാശ്ശേരി എന്ന സ്ഥലപ്പേരിൽ അറിയപ്പെടുന്നത്. ഞാൻ ഒരിക്കൽ കത്തയച്ചിരുന്നു മിനിസ്ട്രിയിൽ. എന്താണ് ആദിശങ്കര ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നിട്ടാൽ ഏഷ്യ എന്ന ചുരുക്കപ്പേര് വരും, ആക്രോണിം വരും, ASIA. ആരും തയ്യാറാവുന്നില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ മോദിജിയുടെ കാലത്ത് അത് സാർത്ഥകമായേക്കാം. കാരണം വാൽമീകി എന്ന വേട സമുദായക്കാരൻ മഹർഷി ഒന്നുകൂടെ സമ്മർദ്ദം ചെലുത്തണം. തീർച്ചയായിട്ടും പറയണം. ഇത് തന്നെ ഒരു വിളംബരമാണ് ശരിക്കും. ഒരുപാട് ഞാൻ മാത്രം ആർക്കും പറയാവുന്നതാണ്, ഞാനിത് മുമ്പ് പറഞ്ഞു എന്ന് മാത്രം. കാരണം ഇതുപോലെ ലോകത്തെ ഏറ്റവും യുക്തിഭദ്രമായ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് അദ്വൈത വേദാന്തമാണ്. ഏറ്റവും യുക്തിസഹമാണ്. മനുഷ്യ ചിന്തയുടെ സീമയാണത്. അതിനപ്പുറത്ത് അൺനോണാണ്. അതെ. ഇപ്പോൾ മനുഷ്യ ചിന്തയ്ക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയാവുന്ന ഏറ്റവും സുഭദ്രമായ സിദ്ധാന്തമാണ് അദ്വൈത വേദാന്തം. അത് ലോകത്തിന് കൊടുത്തത് മലയാളിയാണ്. പക്ഷെ ഒരു അംഗീകാരം അത് ഓംകാരേശ്വരിൽ അവർ കൊണ്ടുപോയിട്ട് വലിയ പ്രതിമ വെച്ചു. അതിന് പോലും എതിർത്തവരാണ് ഇവിടെ ഉള്ളത്. സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൊളോണിയൽ മൈൻഡ് സെറ്റ്.
What the Portuguese wanted to do in India, these people are doing already. പോർച്ചുഗീസ് ഡിൻ ലൈക്ക് നമ്മളിപ്പോൾ ഒരു വിഗ്രഹം വേർഷിപ്പ് ചെയ്യുന്നത് പോർച്ചുഗീസ് ഇഷ്ടമായിരുന്നില്ല. അവർ ഗോവയിൽ എത്രയോ കൊങ്കണി ബ്രാഹ്മണരെ അടിച്ചു തൊലി പറിച്ച് ഓടിച്ചു വിട്ടു. അതിൻ്റെ തുടർച്ചയാണ്. സൈദ്ധാന്തികമായിട്ട് ഹൈന്ദവമായതെല്ലാം മോശമാണെന്ന് പറയാം. പക്ഷേ ഹിന്ദു സംസ്കാരത്തിൻ്റെ പ്രത്യേകത, നിങ്ങൾ എന്താണോ ഞങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നുള്ളതാണ്. ഇന്ന് റോഡ് സൈഡിലൊക്കെ ഏറ്റവും കൂടുതൽ വിഗ്രഹങ്ങൾ രാമൻ്റെ അല്ലല്ലോ. സത്യം സത്യം. കുത്തിത്തിരിപ്പ് തുടരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് ഈ ശൃംഗേരി മഠത്തിലെ സന്യാസിമാരൊന്നും പങ്കെടുക്കുന്നില്ല എന്നാണ്. അങ്ങനെയല്ല, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളാണ് അത് കാടറക്കി പ്രചരിപ്പിക്കുക. പുരിയിലെയും മറ്റും സന്യാസിമാർ ശങ്കരാചാര്യർ ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ വായിച്ചു. ശൃംഗേരി മഠം അന്നും ഇന്നും സനാതന ധർമ്മത്തിന് ഗുണമുള്ള എല്ലാ കാര്യത്തിനും പൂർണ്ണ സമ്മതവും യോജിപ്പുമാണ്. അതെനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും. കാരണം ഇന്നലെയാണ് ഞാൻ ഫോട്ടോ കണ്ടത്. ഇപ്പോഴത്തെ ജഗദ്ഗുരു വിധുശേഖര ഭാരതി സ്വാമിയാർ രാമക്ഷേത്രത്തിൻ്റെ അക്ഷതയും സ്വീകരിച്ചു, ഇൻവിറ്റേഷൻ സ്വീകരിച്ചു. പക്ഷേ അവർ ഒന്ന് യാത്ര ചെയ്യണമെങ്കിൽ പോലും പാരമ്പര്യം നോക്കിയിട്ട് അവർ ചെയ്യുള്ളൂ. അവർ അനാവശ്യ കാലത്ത് മഠം വിട്ടു പോവില്ല. അവർ മഠം വിട്ടിട്ട് ഒരു ക്ഷേത്ര പരിപാടി പങ്കെടുക്കുക, അത് നിസ്സാരന്മാരല്ല അവർ. കാരണം ഈ ആദ്യത്തെ മഠമാണ് ശൃംഗേരി എന്ന് പറയുന്നത്. ആ ശൃംഗേരി മഠത്തിൻ്റെ പിന്നെ പറയുന്ന കഥ എന്താണെന്ന് വെച്ചാൽ, ശങ്കരാചാര്യർ ഒരു മഠം സ്ഥാപിക്കാൻ ഉചിതമായൊരു സ്ഥലം വേണമെന്ന് കണ്ട് നടക്കുമ്പോൾ തുംഗഭദ്ര നദീതീരത്ത് നല്ല മഴ പെയ്യുമ്പോൾ ഒരു തവളയ്ക്ക് പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഒരു സർപ്പം പത്തി വിടർത്തി കൊടുക്കുന്നു എന്നാണ്. അതാണ് ശങ്കരാചാര്യ കണ്ട കാഴ്ച. ഒരു തവള പ്രസവവേദന നിൽക്കുമ്പോൾ മഴ കൊണ്ടിട്ട് അതിങ്ങനെ വിറക്കിയാണ്. അത് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി തൻ്റെ പടം പത്തി വിടർത്തി കൊടുത്തിരിക്കുകയാണ് സർപ്പം. സത്യത്തിൽ ആജന്മ ബെറ്റ്നോറാണ്, ആജന്മ ശത്രുക്കളാണ് ഇവർ. പക്ഷെ അവർ പോലും മേടിച്ച് സന്തോഷിച്ച് കഴിയുന്നു. അങ്ങനെയുള്ള നാട് ഏറ്റവും ഉചിതമാണെന്ന് കണ്ടാണ് അവിടെ മഠം സ്ഥാപിച്ചത്. ശാരദാംബികയുടെ ക്ഷേത്രവും അതെ ചരിത്രം അതാണ്. അപ്പോൾ ആ ശൃംഗേരി മഠത്തിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും അവർ പരസ്യമായിട്ട് ഒരു വിവാദത്തിലും വിടില്ല. മാത്രമല്ല രാമക്ഷേത്രത്തിന് വേണ്ട എല്ലാ പിന്തുണയും സൈദ്ധാന്തികമായിട്ടും അല്ലാതെയും കൊടുത്തിട്ടുള്ള മഠമാണ് ശൃംഗേരി മഠം. ആചാര്യസ്വാമികളുടെ ആദ്യത്തെ മഠം. മറ്റുള്ളവർ പറയുന്നുണ്ടോ പറഞ്ഞതാണോ എന്നൊക്കെ മാധ്യമങ്ങളുടെ കഥയാണ്. എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാ, അതാണ് സത്യം. 13 വർഷം ഒളിവിൽ കഴിഞ്ഞ ഒരു ഭീകരനെ, ഇസ്ലാം മതതീവ്രവാദിയെ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിസ്റ്റ് കോട്ടയായ മട്ടന്നൂരിൽ നിന്ന് NIA പൊക്കിയിരിക്കുന്നു. ഇതിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, പണ്ട് ലോക്നാഥ് ബെഹ്റ പറഞ്ഞിരുന്നു, ഇവിടെ വാഗമണ്ണിൽ സിമിയുടെ ക്യാമ്പ് നടന്നിട്ട് ഇവിടെയുള്ള സർക്കാർ അറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. ആ ഗുജറാത്ത് പോലീസുമായിട്ടാണ് വിവരം കൊടുക്കുന്നത് ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന്. കേരളം എന്നും ഇപ്പം നമ്മളൊരു ഭജന നടത്തിയാൽ DGP അറിയും. അയ്യപ്പന്മാർ ഭജനയും പുഴുക്കും കഴിച്ചാൽ അതിൻ്റെയൊക്കെ വിവരം അവർ എത്ര പുഴുക്ക് കഴിച്ചു അതൊക്കെ അറിയും. അതേസമയത്ത് ഈ ഭീകരന്മാർ ക്യാമ്പ് ചെയ്തവർ അറിയില്ല. കണ്ണൂരുണ്ടായിരുന്നു. കണ്ണൂർ മുമ്പ് പിന്നെ നിത്യചൈതന്യതിയുടെ ആശ്രമത്തോട് ബന്ധപ്പെട്ട ഒരു തോട്ടത്തിൽ നിന്നാണ് കനകമല അവിടെ നിന്നാണ് പിടിച്ചത്. അതും ഇവർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു അത്ഭുതം, ഇത് നിത്യസംഭവമായി മാറി കേരളത്തിൽ. ഞാൻ പറയുന്നത് കേരളത്തിൽ ഇത്രയും പ്രമാദമായൊരു കേസ്, ഒരു അധ്യാപകൻ, ഒരു ഭാഷാധ്യാപകൻ്റെ കൈ വെട്ടിയെറിയുക എന്ന് പറഞ്ഞാൽ അത് സിംബോളിക് ആക്ടിവിറ്റിയാണ്. ഇറ്റ് ഈസ് എ മെസ്സേജ് ടു അതേഴ്സ്. ഡു നോട്ട് ഡെയർ ടു റൈറ്റ് എനിത്തിങ് അഗെയിൻസ്റ്റ് അവർ റിലിജൻ, യു വിൽ ബി ചോപ്ഡ് ഓഫ്. നിങ്ങളെ കൊത്തി അരിയും എന്നുള്ള സന്ദേശമാണ് കൊടുക്കുന്നത്. തീർച്ചയായും. അപ്പോൾ ആ അത്രയും ഭീകരമായ ഒരു ആക്ടിവിറ്റിയിൽ പങ്കെടുത്ത ആളുകളെ അതിൽ മുഖ്യ പ്രതി രാജ്യം വിട്ടോ എന്നൊക്കെ എന്നവരുടെ സംശയം. സത്യം. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഭീകരർക്ക് നന്നായി സന്തോഷമായിട്ട് താമസിക്കാനും വിവാഹം കഴിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു പോലീസും അവരെ വീട് കയറി ചോദ്യം ചെയ്യില്ല, അൺലെസ് ദെർ ഇസ് എ സെൻട്രൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. അതാണ് ഇവിടെ തെളിയുന്നത്. ഇപ്പം നമ്മുടെ അയൽവാസികൾ ആരെന്ന് നമ്മൾ സംശയിക്കേണ്ടി വരാണ് ഇപ്പോൾ. ഇത് വല്ലാത്ത പ്രെഡിക്കമെൻ്റാണ്. പുതിയൊരു മുസ്ലിം പുരുഷൻ ഭാര്യയും കല്യാണം കഴിച്ച അയൽവാസിയായിട്ട് വരുമ്പോൾ, പണ്ടൊക്കെ നമ്മൾ സ്നേഹിച്ച് ഓണത്തിന് പായസം കൊടുത്തിരുന്ന സമയത്ത് ഇപ്പോൾ പേടിയാണ്, ഇവൻ ആരാന്ന് നമുക്ക് അറിയില്ല. അതായത് നമ്മുടെ സാമാജിക ജീവിതത്തെ അങ്ങേയറ്റം ബാധിക്കുന്ന ഒരു പുഴുക്കുത്തായിട്ട് തീവ്രവാദം മാറിക്കഴിഞ്ഞെന്ന് നമ്മൾ അന്നേ പറഞ്ഞപ്പോൾ നമ്മളെ ഒരു വർഗീയവാദികളെന്ന് വിളിച്ചു. സവാദ് ചെയ്ത പ്രവൃത്തി എന്താണ്? സവാദ് ഷാജഹാനായി നിലകൊണ്ടിട്ടും അറിഞ്ഞില്ലവർ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഭീകരവാദികൾക്ക് സുരക്ഷിതമായി താമസിക്കാൻ പറ്റിയൊരു സാഹചര്യം കേരളത്തിലുണ്ട്. ആ ഭീകരവാദികൾ നമ്മൾ പറയുമ്പോൾ അതിൽ പല മാനങ്ങളുണ്ട്. അതിൽ നല്ല പഠിപ്പുള്ള ഡോക്ടർമാരുണ്ട്, എൻജിനീയേഴ്സുണ്ട്, വളരെ സാമ്പത്തികമായിട്ട് വളരെ മുന്നാക്കം നിൽക്കുന്ന ആളുകളുണ്ട്, പല ആളുകളുണ്ട്. നമ്മളിവരെ ഭീകരവാദി എന്ന് മൊത്തത്തിലാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഭീകരവാദത്തിന്
ആംസ് ആൻഡ് അമ്യൂണിഷൻ എയ്ഡിങ് ആൻഡ് എബറ്റിംഗ് ടെററിസം ഇസ് എ ക്രൈം. അപ്പോൾ ഇതിന് എയ്ഡ് ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞെന്താണ്? ഉള്ളാൾ ദർഗയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് സവാദിനെ കണ്ടത്, ഉടനെ തന്നെ കല്യാണം കഴിച്ചു കൊടുത്തു. ഇതെന്ത് കഥയാണിത്? ഇതാര് വിശ്വസിക്കും? അതിനെപ്പറ്റി ഒന്നും അന്വേഷിച്ചത് ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. ഇവൻ ഇപ്പം പൊട്ടി വീണൊരു സ്വർഗത്തിൽ പൊട്ടി വീണൊരു പയ്യനാണെന്ന് വിചാരിച്ചാണോ കല്യാണം? അപ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഇവർക്കൊക്കെ അറിയാം. അതായത് ഞാൻ ഹിന്ദു മതവും മറ്റു മതങ്ങളും നമ്മൾ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എവിടെയാണ്? എന്ത് ക്രൈം ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന ഒരു സിസ്റ്റം ഇതര മതങ്ങളിൽ, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ ഉണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ കൈവെട്ടി വന്നോ ഇസ്ലാമിന് വേണ്ടിയാണോ? നിങ്ങൾ ജീവിതം വഴിമുട്ടില്ല, നിങ്ങൾ സാമ്പത്തികം ഉണ്ടാവും, വിവാഹം കഴിക്കാം, എന്തും ചെയ്യാം. ആ ഒരു സന്ദേശം മറ്റു സമുദായങ്ങളെ കൂടെ ഭയപ്പെടുത്തുന്ന ഒരു സന്ദേശമാണ്. പിണറായി വിജയൻ മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം മിണ്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന നാട്ടിലാണ് ഈ ഭീകരൻ, ഇവൻ ശരിയായ ഭീകരനാണ്. ബിൻ ലാദനേക്കാൾ ഒരു മാറ്റം കുറവില്ല. ഇവൻ ഒരു പണത്തൂക്കൻ മുമ്പിലാണ്. ജോയ് ആലുക്കാസ് പറഞ്ഞു, ഒരു പണത്തൂക്കൻ മുമ്പിലാണ് നിൽക്കുന്നത് ബിൻ ലാദനേക്കാൾ ഇവൻ. കാരണം ഒരു അധ്യാപകന്റെ കൈ വെട്ടി എറിഞ്ഞിട്ട് മഴവും കൊണ്ടായിട്ട് പോയിട്ട് മരം വെട്ടുന്നവനാണ് അവൻ. അപ്പോൾ ഈ രാജ്യസുരക്ഷയുടെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥ കാണുന്ന കേരളത്തിലാണ്. അപ്പോൾ സ്വധർമ്മത്തെ ശക്തിപ്പെടുത്താനുള്ള പോരാട്ടം പൂർവാധികം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാ പിന്തുണയുമുണ്ട്. സന്തോഷം. ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. ഒരു പക്ഷേ ഒരു മാവ് നടുമ്പോൾ ആ നട്ടയാൾക്ക് അതിൻ്റെ ഫലം കിട്ടിയില്ലെന്ന് വരും. ഒരു പക്ഷേ ഞാനും അങ്ങുമൊക്കെ ഈ ഭൂമിയിൽ നിന്നും മറിഞ്ഞ ശേഷമായിരിക്കാം ഒരു പക്ഷേ ഇത്. എന്നാലും ഇന്ന് ചെയ്യേണ്ടത് വരും തലമുറകൾ അനുഭവിക്കട്ടെ അല്ലേ? തന്നെ ചെയ്യണം. തീർച്ചയായിട്ടും. സന്തോഷം. നമസ്കാരം. വാദിക്കുന്നത് നമസ്കാരം.